കോഫി കുടിച്ചാലോ? ഐ ആം ബിസി നൗ. ഇല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ടാണെങ്കിലോ? അപ്പൊ ഞാൻ പിന്നെ ബിസി ആയിരിക്കും. ക്യാൻ യു പ്ലീസ് ലീവ് മീ അലോൺ? ഓക്കേ. ഓക്കേ ബൈ. നല്ല ആറ്റിറ്റ്യൂഡ് ആണല്ലോ കാണിക്കുന്നത്. ശരിയാക്കി തരാം. മെയിലൊക്കെ അയച്ചോ? യാ. സഞ്ജു, ലോങ് വീക്കെൻഡ് ആണല്ലോ. എന്താ നിന്റെ പ്ലാൻസ്? ക്രിക്കറ്റ് മാച്ച് ഉണ്ട് അച്ഛാ. ഫ്രണ്ട്സ് വരാൻ പറഞ്ഞിരിക്ക. ചേരിപ്പിള്ളേരൊപ്പം ക്രിക്കറ്റോ? അതെ അച്ഛാ. ഇങ്ങോട്ട് നോക്ക് സഞ്ജു, വെറുതെ കളിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. ഗെയിംസ് എന്നാൽ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ സ്പോർട്സിൽ നിന്റെ കരിയർ ബെസ്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യണം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ടു ക്വാളിറ്റി തിങ്സ്. ഓക്കെ? ഓക്കെ അച്ഛാ. ഓക്കേ, ദിസ് ഈസ് വൃന്ദ. എന്താ വൃന്ദ? ഒരു ചെറിയ ഇൻഫർമേഷൻ വേണമായിരുന്നു. ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം തന്നെയാ. അതോ? കീർത്തി സുരേഷും നമിത പ്രമോദോ? അവരാരാ? നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടാ? അവർക്കൊന്നും സീനില്ലെങ്കിലും ലവ് ടുഡേ പടത്തിലെ ദേവയാനിയെ പോലെയും അനിയത്തി പ്രാവിലെ ശാലിനിയെ പോലെ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം. ഓ, ഇപ്പൊ മനസ്സിലായി. ഓക്കേ, നാളെ അവനോട് പാർക്കിലേക്ക് വരാൻ പറയും. ആ ശരി ശരി, ബൈ ബൈ. ബൈ. ദേവയാനി പോലെ വേണമല്ലേ? ശരിയാക്കി തരാം. സാറ്റർഡേ വർക്കിന് വരാൻ പറഞ്ഞ വരില്ല. ഓഫീസ് പാർട്ടി എന്ന് പറഞ്ഞപ്പോ ഓടി വന്നിരിക്കുക. വീണ്ടും അവന്റെ മേലെ കാക്ക തൂറിയടാ. ഇനി ഇപ്രാവശ്യം എന്താ നടക്കാൻ പോകുന്ന എനിക്കറിയില്ല കേട്ടോ. വേണ്ട, നോ പ്ലീസ്. എന്താടാ? ഏയ് അങ്ങോട്ട് നോക്കടാ. ഏയ് അങ്ങോട്ട് നോക്കടാ. എന്റെ മുന്നിൽ സ്വർഗം വന്നു ചേർന്നു നിന്നിലൂടെ. മനസ്സിൽ മോഹമാകുമോ പെണ്ണെ നിൻ ഹൃദയം? വരുമോ രാഗമായി എന്റെ നെഞ്ചിൽ ഉണരും മോഹമായി കണ്ണിനുള്ളിൽ. മനസ്സിൽ മോഹമാകുമോ പെണ്ണെ നിൻ ഹൃദയം? എൻ ലോകം നീയല്ലേ, നീ നീലക്കോയില. നിൻ ഗന്ധം പുൽകുവാൻ വരവാ വരമാ. എൻ മോഹം നീയല്ലോ, എൻ പ്രണയമിത. നിൻ പാദം പുൽകുവാൻ കൊതിയായി ഉണരൂ. സ്വപ്നം തേടുമെന്നും എന്റെ മുന്നിൽ സ്വർഗം വന്നു ചേർന്നു നിന്നിലൂടെ. മനസ്സിൽ മോഹമാകുമോ? എന്താടാ മനസ്സിൽ വല്ലതും തോന്നുന്നുണ്ടോ? അതേടാ, എന്റെ മനസ്സിൽ എന്തോ പോലെ ഉണ്ട്. എന്തോ വല്ലാത്തൊരു ഫീല്. ഞാൻ എങ്ങനെ വിചാരിച്ചോ അതുപോലെ തന്നെ ഉണ്ടടാ. പെണ്ണെ നിൻ ഹൃദയം. നെഞ്ചാകെ നീയോ സ്നേഹമെന്തെന്ന് ചൊല്ലിടാ. വെണ്ണിലാവാകെ നീയോ മായകൾ തേടി പോകാതെ നീ വരുമോ? പ്രണയമെന്തെന്ന് ചൊല്ലിടാ. മനസ്സ് തേടുന്ന പെണ്ണെ, കനവ് തേടുന്ന പെണ്ണാളെ. ഓ ലതിക
ഉന്മാദം നീയല്ലേ എൻ സ്വരം നിന്റെ കാൽക്കളിലോ കേട്ടുമോ എന്റെ രാഗം കേൾക്കുമോ എന്റെ സംഗീതം നീ മനസ്സാ പ്രണയമെന്തെന്ന് ചൊല്ലിടാം മനസ്സ് തേടുന്ന പെണ്ണെ കനവ് തേടുന്ന പെണ്ണാളെ ഓ ലതിക മോഹം നീയോ നീ സുന്ദരി പ്രണയത്തിൻ മൊഴി മാറ്റുമോ തേടുമെന്നും എന്റെ മുന്നിൽ സ്വർഗം വന്നു ചേർന്നു നിന്നിലൂടെ മനസ്സിൽ മോഹമാകുമോ പെണ്ണെ നിൻ ഹൃദയം വരുമോ രാഗമായി എന്റെ നെഞ്ചിൽ ഉണരും മോഹമായി കണ്ണിനുള്ളിൽ മനസ്സിൽ മോഹമാകുമോ പെണ്ണെ നിൻ ഹൃദയം എക്സ്ക്യൂസ് മീ, ഈ പയ്യനെ നിങ്ങൾക്ക് അറിയോ? ഇതിപ്പോ ഞാൻ പറഞ്ഞു എന്താ എന്നെ വിടാ. എന്താ പറയുന്നത്? എവിടെ പോകണം? എവിടെ പോകുന്നു? പറയുന്നത് കേട്ടില്ലേ? ഋഷി, ഇങ്ങോട്ട് വാ. ഋഷി. നീ എവിടെ ഇപ്പൊ ഫോട്ടോ കടിക്ക്. ആ, മേളില്. ഇവിടെ. ആ, ഇവിടെ. കടിക്ക്. ഹലോ. എടാ മോനെ, ആ അച്ഛനോ? എന്താ അച്ഛാ? ഞാൻ തിരുവനന്തപുരത്തുണ്ട്, നിന്റെ വീടിന് മുമ്പിൽ തന്നെ. നിക്ക്, ഞാൻ ദേ ഇവിടെയുള്ള ഒരാളുടെ കൊടുക്കാം. എന്നാ. ആ ഹലോ. അദ്ദേഹത്തോട് അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ ദേ ഇപ്പൊ എത്തി. ഓക്കെ സാർ. ഇതായിരിക്കുന്നു സാർ. മോനെ, അച്ഛനെ എന്നെ കാണണമെന്ന് തോന്നി, അതാ ഞാൻ വന്നത്. വന്നട്ടാ. ഇങ്ങോട്ട് എന്തിനാ വന്നത്? അതൊന്നുമില്ല, ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇത്ര ദൂരെ വന്നല്ലേ, നിന്നെ കണ്ടിട്ടൊന്ന് പോവാന്ന് ഞാൻ വിചാരിച്ചു. ശരി, അത് വിട്. നിന്റെ പുതിയ കോഴ്സ് ഇപ്പൊ എങ്ങനെയുണ്ട്? അത് കഴിയാറായോ? അതെ അച്ഛാ, നടന്നോണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടും. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഒരു മിനിറ്റ്, ഇത് നീ വെച്ചോ. അയ്യോ വേണ്ട അച്ഛാ, വേണ്ട. ഇതിലുണ്ട്. വേണ്ട. നിനക്ക് ചെലവിനുള്ള കാശ് വേണ്ട. ഒരു നിമിഷം അച്ഛാ. ഹലോ. ഹേയ്, കം ഫാസ്റ്റ്. ദേ ഇപ്പൊ വന്നേക്കാം. ഇങ്ങനെ പകുതിക്ക് നിർത്തിയിട്ട് പോയാൽ എങ്ങനെയാ? ഞാനിപ്പോ വന്നോളാം. അച്ഛാ, എനിക്ക് ക്ലാസ്സിന് സമയമായി, ഞാൻ പോയിക്കോട്ടെ. പോയിട്ട് വരട്ടെ. അച്ഛനും പുറപ്പെട്ടോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അമ്മ എനിക്ക് ഇഷ്ടമുള്ള ലഡു ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ട്. ശരി അച്ഛാ, ഞാൻ കഴിച്ചോളാം. അച്ഛൻ്റെ ആരോഗ്യം നോക്കിക്കോ. പോയിക്കോ, ഞാൻ കഴിച്ചോളാം. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാ സെന്റേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ അതിനെയൊക്കെ കവച്ച് വെക്കുന്ന സെറ്റപ്പ് കോയമ്പത്തൂരിലുണ്ട്. എല്ലാ ഫ്രൈഡേയും ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് DC നിന്ന് DR-ന് ഡേറ്റ അയക്കും. ഈ വരുന്ന ഫ്രൈഡേ നിങ്ങൾ പറഞ്ഞ ഡേറ്റ റണ്ണായി തുടങ്ങും. ഗവൺമെന്റിന്റെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ബൈറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. എന്താ കാണുന്നു പറഞ്ഞ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സോറി, അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ഇപ്പോ അതന്നെ, അന്ന് നീ പ്രൊപ്പോസ് ചെയ്തപ്പോ ഞാൻ റിജക്ട് ചെയ്തില്ലേ? ഓ, അതാണോ? അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടില്ലേ. വേണ്ട വേണ്ട വേണ്ട, അത് മറക്കൊന്നും വേണ്ട. അന്ന് ഞാനെന്തോ പറഞ്ഞു പോയതാ. പക്ഷെ കാക്ക രണ്ടാമത്തെ തവണ കാഷ്ടിച്ചപ്പോഴാണ് മനസ്സിലായത്.
നീ വളരെ നല്ലൊരു സുന്ദരിയാ. അതിനിപ്പോ എന്ത് പറ്റിയെന്നാ? ലവ് ചെയ്യുന്നുണ്ടോ? ഉം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കല്യാണം ആയിന്നാണോ? ഓൾറെഡി ഏതെങ്കിലും പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞോന്നാണോ ചേച്ചി, പറയാൻ പോകുന്നത്? അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല പറഞ്ഞേ. ആക്ച്വലി എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഒരുപാട് വർഷമായിട്ട് മാറ്റണമെന്ന് ശ്രമിച്ചാലും അത് പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും അത് മാറുന്നില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് നിന്നോട് പറഞ്ഞാലോ എന്നാ. പറയേണ്ടത് എന്റെ കടമയാണല്ലോ. എക്സ്ക്യൂസ് മീ, ഓർഡർ പ്ലീസ് മാം. 2 large vodka with orange. ഞാൻ വോഡ്ക്കൊന്നും കുടിക്കില്ല. അതിനെന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ശരി വിട്. എനിക്കൊരു ചിക്കൻ മീൽസ്, 2 large vodka with orange juice. നിനക്കെന്താ വേണ്ടേ? ബ്രീസർ, ഓക്കെ, 1 breeze. ഓക്കെ മാം. നീ നോൺ വെജ് കഴിക്കോ? മദ്യം കുടിക്കോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചിക്കൻ കഴിക്കോ, നീ വോഡ്ക കഴിക്കോ എന്നൊക്കെ ചോദിക്കുന്നേ? എന്റെ നാട്ടില് സന്തോഷം വരുമ്പോഴേ ഇതുപോലെയൊക്കെ കഴിച്ചിട്ടേ നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കുടിക്കൂ. പക്ഷെ കറിയില്ലാതെ ചോറ് ഇറങ്ങില്ല. നീ ഇതുപോലെയൊക്കെ പറഞ്ഞിരിക്കാതെ നിന്റെ വീക്ക്നെസ് എന്തൊക്കെയാന്ന് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല. എന്തോ ഉണ്ട്, പറയ്. അതാ ഞാൻ ബ്രിസർ കഴിക്കുന്നത് പറയാന്ന് വിചാരിച്ചേ. അത്രേ ഉള്ളൂ. ബ്രീസർ കഴിക്കുന്നത് ഒരു വീക്ക്നെസ് ആണോ? എന്തിനാ ചിരിക്കുന്നത്? എല്ലാരും നോക്കുന്നുണ്ടല്ലേ? ഐ എം സോറി.